അപ്പോൾ നമ്മുടെ ക്യാപ്ഷൻ കണ്ടായിരിക്കും ഇന്നത്തെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതി വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ചില കൃത്രിമ വിവാദങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ഖുറാൻ, ഈന്തപ്പഴം, ബിരിയാണി ചെമ്പ് ലീഗ് മതത്തിനെ ഒറ്റുന്നു എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം, എങ്ങനെയാണ് KT ജലീൽ എന്ന ലീഗിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രനായി മാറിയതിനു ശേഷം അദ്ദേഹം മലപ്പുറത്ത് നിന്ന് ഒരു മന്ത്രിയാകുകയാണ് ലീഗിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ. ആ വ്യക്തിയെ വേട്ടയാടാൻ വേണ്ടി സംഘപരിവാർ സൃഷ്ടിച്ചെടുത്ത ഒരു വ്യാജ ആരോപണമല്ല, UAE കോൺസുലേറ്റ് വഴി സ്വർണം കടത്തുകയാണ്. ആ സ്വർണം കടത്തുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ഒരാളും ആ കേസിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീയും തമ്മിലുള്ള ചങ്ങാത്തമാണ്. ഇതിലെല്ലാത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൊണ്ടുവന്ന് കെട്ടാൻ പറ്റുമെന്ന് നോക്കിയതിനു ശേഷം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് UAE കോൺസുലേറ്റിൽ നിന്ന് ഒരു ഖുറാൻ, അതായത് 32 പെട്ടി ഖുറാൻ, അത് ഈ റമദാനോടനുബന്ധിച്ച് സ്വീകരിച്ചിട്ട് യത്തീംഖാനകളിലേക്ക് വിതരണം ചെയ്യാൻ അതിന്റെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KT ജലീൽ ഒന്ന് ഇടപെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ഖുറാനിലൂടെ സ്വർണം കടത്തിയ വ്യക്തിയായി, ഈന്തപ്പഴ കുരു അതിനകത്തൂടെ സ്വർണം കടത്തിയ വ്യക്തിയായി നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരാൾ മതത്തിന്റെ ഭാഗമായിട്ടുള്ള വിശുദ്ധ സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വർണ്ണക്കടത്ത് കേസ് നടത്തുന്ന വ്യക്തിയാണെന്ന് ചാപ്പ കുത്തപ്പെടുന്ന ഒരു അവസ്ഥയും അതിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നുണ്ട്. അതായത് അദ്ദേഹത്തെ NIA-യും കസ്റ്റംസും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യത്തിൽ വഴിയെ പോകുമ്പോൾ ചീമുട്ട ഏർ വരെ നടത്തിയവരാണ് ലീഗുകാർ. ഇന്നിപ്പോ അതെല്ലാം കെട്ടുകഥയാണെന്ന് കസ്റ്റംസ് തന്നെ വിധി എഴുതിക്കൊണ്ട് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റും കൊടുത്ത്, ഒപ്പം ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് KT ജലീൽ പ്രതിയായിട്ടില്ല. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റിന് അന്ന് ഈ ഖുറാൻ ഇവിടെ പുറത്ത് വിതരണം ചെയ്യാൻ വേണ്ടി ഇതിന്റെ കസ്റ്റംസ് തീരുവയിൽ ഇളവ് കൊടുത്തിരുന്നു. ആ ഇളവ് കൊടുത്തതിന് 2 ലക്ഷം രൂപ അവർ കോൺസുലേറ്റ് നികുതി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺസുലേറ്റ് ആ പണം അടച്ചു കഴിഞ്ഞാൽ കേസ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എന്തിനായിരിക്കും അങ്ങനെ ഒരു കൃത്രിമ വിവാദം ഉണ്ടായിരിക്കുക? ഒരാൾ മനസാ വാച കർമ്മണ അറിഞ്ഞില്ല. അയാൾ ഒരു ഖുറാൻ എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. അത് ഈ കോൺസുലേറ്റ് വഴി വരുന്നത് ഈ നാട്ടിലെ കുറേയേറെ യത്തീംഖാനയിലുള്ളവർ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് കരുതിയത് ഒരു മഹാ അപരാധമാണ്. ആ രീതിയിലാണല്ലോ അയാൾ ചാപ്പ കുത്തപ്പെട്ടത്. ആ രീതിയിലാണല്ലോ സ്വർണ്ണക്കടത്ത് കേസിൽ അയാൾ പെട്ടു എന്നും NIA ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിൽ ഇനി ഉണ്ടാക്കാൻ കോലാഹലമില്ല. നിയമസഭയിൽ ഉൾപ്പെടെ KM ഷാജി ഉൾപ്പെടുന്നവർ ഖുറാനിലൂടെ സ്വർണം കടത്തി എന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ എന്തിനാണ് മതം പ്രശ്നം? രാഷ്ട്രീയത്തിനും അധികാരത്തിലേക്കുമുള്ള ഒരു കോണിപ്പടിയാണ് ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം മതമെന്ന് ബോധ്യപ്പെടുകയാണ്. അല്ലാതെ അവരെ സംബന്ധിക്കുന്നിടത്തോളം വിശുദ്ധ ഗ്രന്ഥമെന്നോ ഈന്തപ്പഴമെന്നോ ബിരിയാണി ചെമ്പെന്നോ ഒന്നും അവരെ ഒരു ബാധിക്കുന്ന പ്രശ്നമല്ല. സംഘപരിവാറുകാരുടെ തൊഴുത്തിൽ നിൽക്കുന്ന ഒരു കടത്തുകാരി ആ സ്ത്രീയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇവിടെ രാഷ്ട്രീയമായിട്ട് ചില നേട്ടമുണ്ടാക്കാൻ വേണ്ടിയും രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് അവസരമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള നിലയ്ക്ക് അവർ ഒരു ചെറിയ കണക്ഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ ഇനി സർവ്വ അന്വേഷണ ഏജൻസിയും വട്ടമിട്ട് പറഞ്ഞിട്ട് ഒരു ചുക്ക് സംഭവിച്ചില്ല. പക്ഷെ അതിന്റെ പേരിൽ അവർ ചിലരെയൊക്കെ ചില മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേട്ടയാടുകയും സമൂഹത്തിന്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും മതഗ്രന്ഥങ്ങൾ പോലും, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മതഗ്രന്ഥങ്ങൾ പോലും സ്വർണ്ണക്കടത്തിന് ഉപയോഗിക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ലീഗിന് എവിടെയാണ് മതസ്നേഹമുണ്ടെന്ന് പറയാൻ കഴിയുക? ലീഗ് നേതാക്കന്മാർ, അത് പ്രത്യേകിച്ച് KM ഷാജി ഉൾപ്പെടെ ഉള്ളവർ നിയമസഭയിലാണ് ഖുറാന്റെ പേരെടുത്ത് പറഞ്ഞ് അതിലൂടെ സ്വർണം കടത്തി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോ ഒരാളെ വേട്ടയാടപ്പെടുകയാണ്. ഒറ്റ കാരണമേ ഉള്ളൂ, ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അവർക്ക് എല്ലാ കാലത്തും ഒരു പ്രത്യേക ചാപ്പ കുത്തും. PV അൻവറിന്റെ കാര്യം എടുക്കൂ. ഇടതുപക്ഷത്തിൽ നിന്നപ്പോ ഇത്രയും മോശക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയില്ല. നേരെ കൂടണഞ്ഞപ്പോഴത്തേക്കും വളരെ മഹാനായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഏത് രീതിയിലാണ് മഹത്വവൽക്കരിക്കുന്നത്. ഇന്നലകളിൽ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ളവരെ പോക്സോ കേസിൽ പെടുത്തിയതെല്ലാം മറന്നു കഴിഞ്ഞു. ഇന്നിപ്പോ അൻവർ വിശുദ്ധനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും കാലം അൻവർ കൊള്ളക്കാരനായിരുന്നു, അൻവർ പിടിച്ചുപറിക്കാരനായിരുന്നു, ഭൂമി തട്ടിപ്പ് വീരനായിരുന്നു. അപ്പോ രണ്ടിടങ്ങളിൽ 2 തരം സർട്ടിഫിക്കറ്റുകൾ മാധ്യമങ്ങൾ കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ KT ജലീൽ ഇതിൽ നിൽക്കുന്നത് കൊണ്ട് ഈ വാർത്ത പുറത്തേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിനെ ആക്ഷേപിക്കാൻ, അദ്ദേഹത്തിനെ സമൂഹത്തിന്റെ മുന്നിൽ
ഇകഴ്ത്താൻ അവഹേളിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഒരു വിഷയത്തിൽ കസ്റ്റംസ് തന്നെ ഏറ്റവും ഒടുവിൽ അത് കെട്ടുകഥയായിരുന്നു എന്നും അതിന് പിന്നിൽ സംഘപരിവാറുകാരും ലീഗുകാരും കോൺഗ്രസുകാരും ചേർന്ന് ഒരുമിച്ചുണ്ടാക്കിയ നാടകവും തിരക്കഥയും അത് പൊളിഞ്ഞടുങ്ങി കഴിയുമ്പോൾ ആ വ്യക്തി നിരപരാധിയാണെങ്കിൽ ഇന്നലകളിൽ ഇത്രമാത്രം എഴുതി അവഹേളിച്ചവർ അപമാനിച്ചവർ അതിനൊരു തിരുത്തു കൊടുക്കണ്ടേ? അതല്ലേ മര്യാദ? മാധ്യമവേട്ടയ്ക്ക് അകാരണമായി അദ്ദേഹം ഇരയാവുകയാണ്. ആ ഒരു കോൺസുലേറ്റിലെ സ്വപ്ന സുരേഷ്, അത് ആരും ആയിക്കോട്ടെ, അവർ ഇപ്പോ സ്വപ്നയല്ല മറ്റേതെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ഒരു മന്ത്രിക്ക് എന്താണ് കോൺസുലേറ്റിലെ PRO ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് മെസ്സേജ് അയച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും? അങ്ങനെ മെസ്സേജ് അയച്ച ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തി എന്തെല്ലാം മോശമായിട്ടുള്ള പ്രചരണങ്ങളാണ് നടത്തിയത്. ആടിനെ പട്ടിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ചോദ്യം ചെയ്തതിന്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങൾ. അതിന്റെ മുന്നിൽ അദ്ദേഹം ഒളിച്ചുപോയി, വേറെ വാഹനത്തിൽ പോയി, തലയിൽ മുണ്ടിട്ട് പോയി. ഇപ്പൊ ആരാണ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്നത്? അദ്ദേഹം അന്നും ഇന്നും ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളെല്ലാം എത്രമാത്രം കൃത്യമായിരുന്നു. ഒന്നും ഒളിക്കാനില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ചു. അദ്ദേഹം ശരിയായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാർ കൈവിട്ടില്ല, ചേർത്ത് നിർത്തി. അപ്പോ ചിലരെയൊക്കെ ഈ നാട്ടിൽ മനഃപൂർവ്വം തെരഞ്ഞുപിടിച്ചു വേട്ടയാടപ്പെടുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് KT ജലീൽ എന്ന് പറയേണ്ടി വരികയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഇങ്ങനെ കസ്റ്റംസ് ഒരു ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് UAE കോൺസുലേറ്റിന് ഇക്കഴിഞ്ഞ ജനുവരി 15 ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ എല്ലാ കാര്യങ്ങളും അത് അന്തരീക്ഷത്തിൽ നിന്നുണ്ടാക്കിയെടുത്ത പല കെട്ടുകഥകൾക്കപ്പുറം ഒന്നിലും അകക്കാമ്പില്ല. എല്ലാം പച്ച കള്ളങ്ങൾ മാത്രമായിരുന്നു. ചില രാഷ്ട്രീയമായിട്ടുള്ള കുതിരക്കച്ചവടങ്ങൾക്ക് വേണ്ടി സ്വപ്ന സുരേഷ് എന്ന ഒരു ഫ്രോഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ശിവശങ്കർ എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ കണക്ഷൻ ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തെയും അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ മുഴുവൻ ആക്ഷേപിച്ച് കളയാമെന്നുള്ള ഒരു തന്ത്രമാണ് പൊളിഞ്ഞ് പാളീസായത്. എന്തായാലും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷക്കാർ ഇപ്പോഴും പല ആരോപണങ്ങൾ നേരിടുന്നതും കാലം കുറച്ചുകൂടി കഴിയുമ്പോൾ ഏത് നിലയ്ക്കായിരിക്കും അത് അവസാനിക്കാൻ പോകുന്നതെന്നും ഓരോ ദിവസവും ചില പ്രമുഖ മാപ്ര മുത്തശ്ശിമാർ അല്ലെങ്കിൽ പത്ര മുത്തശ്ശിമാരിലൂടെ അവർക്കുണ്ടായിരിക്കുന്ന ഉള്ളാലെ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ ആവശ്യമുണ്ട്. ഈ നാട് ആര് ഭരിക്കണം, ഞങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ആര് വരണം എന്നുള്ള നിലയ്ക്ക് അവർ എഴുതി പിടിപ്പിക്കുന്ന നിറം പിടിച്ച കഥകളെല്ലാം അത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് മനഃപൂർവ്വം പടച്ചുവിടുന്നതാണ്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല, അതിന് യാതൊരു തെളിവുമില്ല. ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കുക, ഇല്ലാത്തതുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി, പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ എന്നതിനപ്പുറം ഒരെണ്ണത്തിൽ പോലും ഒരംശം പോലും തെളിവില്ലെന്നും അതിനപ്പുറം ചില ഈ പറയുന്നില്ല എന്തെങ്കിലും ഒരു കുഞ്ഞ് എലമെന്റിനെ എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇവർ ഒരു ഊഹാപോഹ കഥയുണ്ടാക്കി പുറത്തേക്ക് പ്രചരിപ്പിക്കുകയാണ്. വിദഗ്ധമായി കഥ എഴുതാൻ അറിയാവുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ പലതരത്തിൽ വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന കുറേയേറെ പേരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്ത ഈ പ്രവർത്തനങ്ങൾ അത് ഒരു മതവിശ്വാസത്തിന്റെ പല എലമെന്റ്സിനെയും കൂടി കുത്തിത്തിരികുന്നത് എന്തിനാണെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷിയും നമ്മുടെ നാട്ടിൽ പറയും. ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിക്കുന്നതിനോടൊപ്പം സംഘപരിവാറിന് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗക്കാരെല്ലാം മോശക്കാരാണെന്നും അവരുടെ മതപരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ഈ അസാൻമാർഗിക കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനിവിടത്തെ മാധ്യമങ്ങൾ, കോൺഗ്രസുകാർ, ലീഗുകാർ എല്ലാവരും ഒപ്പം ചേർന്ന് ആ നെറുകെട്ട പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നു. അവർ കുടപിടിച്ചു. ഏറ്റവും ഒടുവിൽ അതിന്റെ വസ്തുത പുറത്തു വരുമ്പോൾ അത് ജനങ്ങളുടെ മുന്നിലേക്ക് പറയാതെയും ഇന്നലകളിൽ ഖുറാനിലൂടെ കടത്തിയെന്ന് പറഞ്ഞ ആരോപണം അതേപടി നിലനിൽക്കട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം വിഷലിപ്തമാണ് ആ ഒരു മാഫിയ ടീമെന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും നല്ല ഉദാഹരണമാണെന്ന് പറയേണ്ടി വരികയാണ്. അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യമേ ഉള്ളൂ. അകാരണമായി ഒരു മനുഷ്യൻ വേട്ടയാടപ്പെട്ടു. ഒരു കാരണവുമില്ലാതെ താൻ ഇരുന്ന പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം വഹിച്ച ചുമതല അദ്ദേഹം വഹിച്ച ആ ന്യൂനപക്ഷത്തിന്റെ ചുമതല എന്നുള്ള നിലയ്ക്ക് കോൺസുലേറ്റിൽ നിന്നൊരു അറിയിപ്പ് കിട്ടുന്നുണ്ട്. അതായത് ഇവിടത്തേക്ക് വിതരണം ചെയ്യാൻ ഖുറാൻ എത്തി എന്നുള്ള കാര്യം. ആ ഖുറാൻ ഈ പുറത്തേക്ക് വരുന്നതോ അല്ലെങ്കിൽ അതിവിടെ സ്വീകരിക്കുന്നതിനോ ഒന്നും ഇവിടത്തെ സ്റ്റേറ്റിന് ഇടപെടാനേ കഴിയില്ല. മന്ത്രിയെ അറിയിച്ചു, വന്നു സ്വീകരിക്കുക. അദ്ദേഹം അത് വാങ്ങി അത് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു, അങ്ങോട്ടേക്ക് കൊടുത്തുവിട്ടു. അങ്ങനെ ഒരു മീഡിയേറ്റർ ആയതിന്റെ പേരിൽ മാത്രം വേട്ടയാടപ്പെട്ട ഒരു രീതിയും ഈ നാട്ടിൽ ലീഗന്മാരെല്ലാം സ്വന്തം വിശുദ്ധ പുസ്തകമാണെന്ന് പോലും പരിഗണിക്കാതെ, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥമാണെന്ന് പോലും പരിഗണിക്കാതെ അത് സംഘപരിവാറുകാർ ഈ നാട്ടിൽ അതിനകത്ത് സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പോൾ ലീഗന്മാർ അത് ഏറ്റുപാടിയെങ്കിൽ ലീഗുകളുടെ ഈ ഖുറാൻ എന്ന് പറയുന്ന ആ വിശുദ്ധ ഗ്രന്ഥത്തോട് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്നും രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള കോടിപ്പടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു
കുറുക്കു വഴിയാണ് മതം എന്നതിനപ്പുറം അതിനോട് ഒരു അംശം പോലും ആത്മാർത്ഥതയില്ല. അത് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി എടുത്തൊരു പുറംമൂച്ചായിട്ട് അണിയുന്ന ഒരു സംവിധാനം മാത്രമാണ്. അതിൽ വിശ്വസിച്ച് പുറകെ നടക്കുന്നവരെല്ലാം ചിന്തിക്കേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളെല്ലാം ലീഗ് മതത്തിന്റെ പേരിൽ വഞ്ചിക്കുകയാണ്. അവർ ഈ സമുദായത്തെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പല പല തൊഴുത്തിൽ കൊണ്ടു കെട്ടാൻ ഒരു മടിയില്ലാത്തവരാണ്. അല്ലെങ്കിൽ ഈ മതത്തിനോട് എന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ബിരിയാണി ചെമ്പെന്നും ഈന്തപ്പഴമെന്നും അല്ലെങ്കിൽ ഖുറാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു മതവിഭാഗത്തിന്റെ മാത്രം പ്രധാനപ്പെട്ട കാര്യങ്ങളെയെല്ലാം ഈ രീതിയിൽ ചില ഈ കള്ളക്കടത്ത് പോലുള്ള സംഭവങ്ങളിൽ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുന്നു? അതിൽ കൊണ്ടുവന്നിട്ട് ഇത് ഈ പേരുകൾ എന്തിന് കുത്തിത്തിരിക്കുന്നു എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ സാമാന്യ ബോധമുള്ളവർക്ക് കാര്യം മനസ്സിലായില്ലേ. ആ സാമാന്യ ബോധമില്ലായ്മയും ലീഗിനോടൊപ്പം ലീഗ് സംഘപരിവാറിനോടൊപ്പം ചേർന്നായിരുന്നാലും ശരി, ഇവിടെ ഒരു രാഷ്ട്രീയ അട്ടിമറി ആവശ്യമാണ്. അതിന് ഏത് നെറുകെട്ട പ്രവർത്തനങ്ങൾക്കും തയ്യാറായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണാൻ കഴിഞ്ഞത്, ഈ കേൾക്കാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ അതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു വ്യക്തി ഈ സമൂഹത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ സമുദായത്തിന്റെ ഇടയിൽ ഖുറാനെ പോലും അങ്ങനെ ഉപയോഗിച്ചു എന്ന് ഒരാളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകട്ടെ എന്ന നിലയ്ക്ക് ആക്ഷേപിച്ചവർക്ക് ഒടുവിൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന അവസ്ഥയായി. അത് തിരിച്ച് ബൂമറാങ് പോലെ ലീഗിന് തന്നെ തിരിച്ചടിച്ചപ്പോൾ നിശബ്ദമാവുക. ആ സന്ദർഭങ്ങളിൽ ലീഗിന് വേണ്ട ഊർജം കൊടുത്ത സംഘപരിവാറുകാർ മിണ്ടുന്നില്ല. അല്ലെങ്കിൽ അന്ന് ഇതിനെ എഴുതി നിറം പിടിപ്പിച്ച കഥകളാക്കി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ച മാധ്യമങ്ങൾ പോലും നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ എത്ര വിദഗ്ധമായിട്ടാണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടി ഇവർ പ്ലാൻ ചെയ്തതെന്നും അതിലൂടെ തന്നെ ഒരു മതവിഭാഗത്തെ കൂടി കോൺട്രൈസ് ചെയ്യാനും അവരുടെ സകല വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം ഈ നാട്ടിൽ സ്വർണ്ണക്കടത്തിനും അല്ലെങ്കിൽ മറ്റ് അസാൻമാർഗ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണെന്ന് ചാപ്പകുത്താൻ പരിശ്രമിച്ചതിനെ കൂട്ടുനിന്നത് ലീഗാണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ ആ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ തിരിച്ചറിഞ്ഞോളൂ, ഒറ്റുകാരാണ് ഒറ്റുകാരാണ് ഒറ്റുകാരാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് ആദ്യത്തെ കുറച്ചു പേർ ഉണ്ടായിരുന്നു, പിന്നീട് അത് ആരും കാണാനുണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഓക്കെ, മറ്റൊരു വിഷയവുമായിട്ട് നാളെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഇതിനോടൊപ്പം രേഖപ്പെടുത്തുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എതിരഭിപ്രായമോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുകൂല അഭിപ്രായമോ എന്തോ ആയിക്കോട്ടെ രേഖപ്പെടുത്തുക. അപ്പോ KT ജലീലിനെ വേട്ടയാടാൻ വേണ്ടി ചെയ്തെടുത്ത അല്ലെങ്കിൽ നെയ്തെടുത്ത ഒരു കപട നാടകമാണ്. അതിന് ഖുറാനെയും ബിരിയാണി ചെമ്പിനെയും ഈന്തപ്പഴത്തിനെ പോലും അതിനകത്തെ ഒരു കണ്ടന്റ് ആക്കി അല്ലെങ്കിൽ ഉൽപ്പന്നമാക്കിയെങ്കിൽ ലീഗ് ആ മതത്തോട് ചെയ്ത ഏറ്റവും വലിയ നെറുകാടാണെന്ന് നിസ്സംശയം പറയാം. അത് കാലം തെളിയിച്ച സന്ദർഭമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോ മറ്റൊരു വിഷയവുമായിട്ട് നാളെ കാണാം. ഗുഡ് ബൈ.